എന്താ ആ വാസുവേ, നിന്നെ കണ്ടിട്ട് എമ്പടി കാലമായല്ല. പഞ്ചായത്തിനൊരു വാക്കത്തി പണിയണമായിരുന്നു. പിത്തള കെട്ടി പഞ്ചായത്ത് വകാന്ന് പേരും കൊത്തി. പഞ്ചായത്തിന്റെ പള്ളവട്ടാൻ വാസുവിന്റെ വാക്കത്തി പണിയണോ പ്രസിഡന്റ്? എന്താടാ നിന്റെ മുഖത്തൊരു മ്ലാനം? ആ അനൗൺസ്മെന്റ് മോശമായി പോയില്ലേ? ഏത്? നിന്റെ പെങ്ങക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ആ സിനിമാക്കാരൻ ബാലിബനുമായിട്ടൊരു കൊണാപ്ലിക്കേഷൻ മണക്കുന്നുണ്ടല്ലോ. എടാ പഞ്ചായത്ത് ഭരണറി, നീ പറഞ്ഞത് പറഞ്ഞു. ഇനിയും നീ ഇത് എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞ എന്റെ നാക്കിയാനിറക്കും. എന്റെ നാക്കർത്തൊന്നും വെച്ച് സത്യം ഇല്ലാണ്ടാവണ. നിനക്ക് സത്യം എനിക്ക് പോയി ചോദിക്കടാ പേപ്പട്ടിധാരുടെ മോളോട്. അവള് കണ്ടത് പറയുവാ. എനിക്ക് ഇപ്പൊ അറിയണം, ആ സിനിമാക്കാരൻ വാലിബൻ എന്റെ തത്തയായിട്ട് നീ എന്താ കണ്ടേ? ഞാൻ കണ്ടത് പറഞ്ഞിട്ട് ഇനി എന്താ? എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂ. നിനക്ക് എന്ത് വൈകുന്നാടി? ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് ആശിപ്പിച്ച് പുറകെ നടന്നവൻ ഇപ്പൊ തത്തെ കണ്ടപ്പോ എന്നെ ചതിച്ച് അവിടെ പുറകെയായി. നിങ്ങളുടെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂരമ്മ പോലെ അവന് തത്തേന്ന്. ആ പാവം മയങ്ങി നടക്കുക. ഇനി എപ്പ എന്നാണാവോ അവൻ തത്തയെ വിട്ടിട്ട് കുയിലിന്റെ പുറകെ പോവുക. ഇപ്പൊ തത്തേച്ചിയുടെ വലിയ പിത്തനാ ബാലിബൻ. തെണ്ടി നടക്കുന്നവന്റെ ഇതല്ലാതെ വേറെ എന്തോ കിട്ടാനാ? ഗോപുവിന്റെ കത്തുണ്ട്. ദിവസം മറക്കണ്ട, 30-ാം തീയതിയാണെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇതെന്താടാ പേപ്പർ കട്ടിംഗ്? 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സൺഡേ സപ്ലിമെന്റിൽ ഒരു വാർത്ത അവൻ അയച്ചിരിക്കുക. വാർത്ത? കട്ട പ്രൊജക്ടറുമായി മൂവർ സംഘം അട്ടപ്പാടിയിൽ. എങ്ങനെയുണ്ട്? പത്രക്കാരന്റെ ക്യാമറ പിടിച്ചു കുറച്ച് വിട്ടില്ലേ? അവൻ കാച്ചിയതായിരിക്കും. നമ്മുടെ ജാതകം മുഴുവൻ വെച്ചടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അരക്കിടക്കണ അരഞ്ഞാണ്. വാക്കത്തി പൊടിയാനെന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്ന എന്റെ പെങ്ങൾക്ക് വളയിടലടാ തരവനെ. നായിന്റെ മോനെ അവളെ കൂടെ പ്രഭിക്കുള്ള ചങ്കൂച്ചോളണ്ടാ കണ്ട വിഴിപ്പലക്കുന്നവളുമാരൊക്കെ പുറകെ നടക്കുന്ന തെണ്ടി. നിനക്ക് വെച്ചോണ്ടിരിക്കാൻ എന്റെ കൂടപ്പുറപ്പന്റെ പേരെങ്ങാനും കത്തിക്ക് ഞാൻ. എന്തിനാ വാസനോട് തോണ പറഞ്ഞേ? എടി ഭവാനെ, നീയും കൂടെ കേട്ടോ? ശിവൻകുട്ടം വന്ന് നിന്റെ പെങ്ങള് പിഴച്ചവളാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കില് വിച്ചാത്തി കയറിയതാ. ലക്ക് കെട്ടവനോട് എന്തിന് സമാധാനം പറഞ്ഞ് നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. എല്ലാം നേരായിരുന്നു എനിക്കിപ്പോ ബോധ്യായി. ആ തെണ്ടി നടക്കുന്നതിന് മാറത്തി കയറി നിറങ്ങാൻ എനിക്ക് അങ്ങനെ ധൈര്യം വന്നോടി? ഞാൻ വെറുതെ എവിടെ പോയിന്നേ ഉള്ളൂ. പട്ടിക്ക് മീശ പടച്ച അമ്പട്ടൻ എന്താ കാര്യം? എനിക്ക് അയാളെ ഇഷ്ടായതുകൊണ്ടാ. മനുഷ്യനാണോ? അവക്ക് അവനെ ഇഷ്ടം. അവന് പിടിച്ചു കൊടുത്താൽ എന്താ പോരേമ? ആ ഒറ്റ കണ്ണിനേക്കാൾ ഭേദമല്ലേ? നീ എന്താടി അവന് കുഴപ്പം? ആ ഒറ്റ കണ്ണുകൊണ്ട് അവൻ പണിയുന്ന ചുട്ടരുമ്പോ മാത്രം കണ്ടാ മതി. ലോകത്തിന്റെ പരപ്പൊന്നും കാണണ്ട. എല്ലു മുറിഞ്ഞ് അധ്വാനിച്ചിട്ടായാലും അവൻ നിന്നെ പോറ്റിക്കോളും. 2 കണ്ണുള്ള തെണ്ടി ആരാണെന്ന് അറിയാൻ നിനക്ക്? ചെല്ലിനടത്തൊക്കെ കൂര പൊക്കി എച്ചിലിറക്കി തിന്നുന്നവൻ കറിച്ചട്ടി കഴിയാ വെളുക്കിലടി. സത്യം അറിയാതെ വാസുവേണ്ടി ഇങ്ങനെ വേണ്ടാത്ത പറയരുത്. മിണ്ടി പോവരുത്. സത്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. ആ പേപ്പട്ടിതാരുടെ മോളെ ഇളിച്ചോണ്ട് തുളയ്ക്കകത്തോട് ഉണ്ണിയപ്പം വെച്ച് നീട്ടണത്. അതൊക്കെ വെറുതെ കറണ്ട് കിട്ടാൻ വേണ്ടി. അവന്റെ കറണ്ട് സപ്ലൈക്ക് വാസുവിന് മനസ്സിലായി. നിനക്കറിയോ? എന്റെ മാധുവിനെ മാറ്റി പൊട്ടുംപൊടി ചേർത്ത് വെച്ച് നിന്നെ വളർത്തിയതേ ഇരുമ്പടിച്ച് കലങ്ങിയ ചങ്കിലെ സ്നേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ. നിനക്ക് അവൻ ചേരൂല്ല തത്തേ. അവന്റെ കണ്ണില് നിന്നെ ചേർത്ത് വിളക്കല്ലേ. ആ കണ്ണില് കല്ല് വെച്ച് ഞാൻ പ്രതിഷ്ഠിച്ചു പോയി ചേട്ടാ. ഇനി
ഇനി നിനക്ക് ഈ കാശുമാനം വേണ്ട. ഇത്രയും കാലം നിന്നെ ചങ്കിലാക്കി വളർത്തിയാൽ എനിക്കിത് കിട്ടണോടി. എനിക്കിത് കിട്ടണോടി. എനിക്ക് കിട്ടണം. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഈ ചങ്കിന് വാസന വേണ്ട. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്റെ ഈ മുഖം ഇനി കാണണ്ട. നാളത്തെ അവളെ കാണാനുള്ള പോക്ക് വേണോ? മൊത്തം പ്രശ്നങ്ങളാ. വഴിക്കെങ്ങാനും മാറ്റി പോയാ നീ തല പോകുന്നു പറഞ്ഞാലും ഞാൻ പോകും. അവിടെ എത്തിയിരിക്കും. ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലടാ ഈ കണ്ട പെടാപ്പാടെല്ലാം നമ്മൾ പെട്ടത്. താനല്ലേ രഘുറാം? അതെ. നീ ഒരുത്തിനെ ചുറ്റിയേക്കടിച്ച് കൊന്നേച്ചും പരോളിച്ചാടി കുറെ കാലമായി മുങ്ങി നടന്ന നിന്നെ ഞങ്ങൾ പൊക്കത്തില്ല എന്ന് കരുതിയോടാ. രഘു തുളകാക്കും.